ഹലോ ഗായ്സ്, നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ. അതും നാടൻ രീതിയിൽ. വേറെ ഒന്നുമല്ല, സിമ്പിളൊന്നല്ല കേട്ടോ. ഇത് അമ്മ കുറേ വേനൽക്കാലത്ത് വന്നിട്ട് കപ്പയൊക്കെ പൊരിക്കുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ബാക്കി വന്ന കപ്പ കൊണ്ട് പുഴുങ്ങി അത് വെയിലത്തിട്ട് ചെത്തിയിട്ട് ഉണക്കിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ റെഡിയാക്കിയ ഒരു അളവിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അതിലോട്ട് ഈ എടുത്ത് വെച്ച് കപ്പയുണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ എന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കപ്പ വറുത്തതാണ്. ഇതും കട്ടൻ ചായയും കുടിക്കാൻ പൊള്ളിയായിരിക്കും. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. ആദ്യമൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ. ഇപ്പം സ്കൂളൊന്നും ഇല്ലല്ലോ, നമ്മൾ വലുതായില്ലേ. അപ്പം ഇപ്പോഴാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിതിപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കാം, എന്താവുന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കുറച്ച് തിളച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഒരു ബ്രൗൺ കളർ വന്നു. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ അപ്പം അത് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ഭയങ്കര കയ്പ്പായിരിക്കും, നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പം തന്നെ നമ്മളിത് കോരിയെടുത്ത് പ്ലേറ്റിലോട്ട് ഇട്ട് വെക്കണം. ആ എണ്ണയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റില്ല, നല്ല ചൂടായിരിക്കും. അപ്പോൾ അതെടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫൈനലി ശരിക്കും നമ്മുടെ ചിപ്സില്ലേ അതുപോലെ ഉണ്ടല്ലോ അല്ലേ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. പല സൈസിലും ഇത് ഉണ്ടാക്കും, പക്ഷെ അമ്മ ഇങ്ങനെയാണ് നുറുക്കിയിട്ട് വെച്ചത്. എന്താണെന്നറിയില്ല, എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര കൊതിയായി. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ചുകൂടി എടുത്തിട്ട് എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ. മഴയൊക്കെ അല്ലേ, ചുമ്മാ ഇരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ മഴയത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ഘട്ടവും ഇട്ട് അതും വറുത്ത് നന്നായിട്ട് എണ്ണ ഒഴിവാക്കിയതിന് ശേഷമാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. ഇതിടുമ്പോൾ നല്ലൊരു പ്രത്യേക സൗണ്ടാണ്, എന്താ പറയുക, നല്ലൊരു സൗണ്ടാണ്. കാരണം അത് അത്രയും മൊരിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു സൗണ്ട്. അപ്പോഴേക്കും അമ്മ നല്ല അടിപൊളി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു പുറത്ത്. അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നത് അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.